ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾക്ക് എല്ലാവർക്കും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓരോന്ന് പ്രിയപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ പ്രിയം തന്നെ മറ്റൊരാൾക്ക് പ്രിയമാകണമെന്നില്ല. ആ പ്രിയം എൻ്റെ പ്രിയവും നിൻ്റെ പ്രിയവും മറ്റൊരാളുടെ പ്രിയവും ഒക്കെ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഗുരു അടുത്ത ശ്ലോകത്തിൽ നമ്മളോട് പറയുന്നത്. പ്രിയമൊരു ജാതി, ഇതെൻ പ്രിയം, ത്വദീയ പ്രിയം, അപരപ്രിയം എന്ന് അനേകമായി പ്രിയവിഷയം പ്രതി വന്നിടും ഭ്രമം, തൻ പ്രിയം അപരപ്രിയം എന്നറിഞ്ഞിടയണം. അപ്പം ഇവിടെ പ്രിയമൊരു ജാതി, ഗുരു പറയാണ് പ്രിയം എന്ന് പറയുന്നത് ഒരു ജാതിയാണ്, അതൊരു ഇനത്തിൽ വരുന്നതാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരവർക്ക് പ്രിയപ്പെട്ടത് അതെന്താണ് എന്നുള്ളത് അവരവരാണ് തീരുമാനിക്കേണ്ടത്. പ്രിയം ഒരു ജാതി, ഇതെൻ പ്രിയം, ത്വദീയ പ്രിയം, അപരപ്രിയം. അതുപോലെ മറ്റൊരാളുടെ പ്രിയം, നിൻ്റെ പ്രിയം, ഇതൊക്കെ ഇങ്ങനെ വിവിധങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം. ഓരോ വിഷയത്തിലും ഇങ്ങനെ മാറി മാറി വരുന്ന ആ പ്രിയം അത് ഭ്രമമാണ്. അപ്പം ഇവിടെ അപരപ്രിയം, അപരൻ എന്ന് പറയുന്നത് ഗുരു പല സ്ഥലങ്ങളിലും ഒരു 3-4 ശ്ലോകങ്ങളിൽ ഈ അപരനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പരം അപരം. അപ്പോൾ ഇവിടെ ഈ അപരം വേറൊരാളുടെ എന്ന് പറയുമ്പോൾ വേറെ ഒന്നിലും പെടാതെ അല്ലെങ്കിൽ ഭേദചിന്തകളില്ലാതെ എല്ലാത്തിനെയും ഒന്നായി കാണുന്ന ഒന്നിലേക്ക് നമ്മുടെ പ്രിയത്തെ മാറ്റേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മുൻവിധികളെ നമ്മൾ മാറ്റണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തനിയെയുള്ള പ്രിയങ്ങൾ ഇവിടെ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നത്? അപ്പോൾ ഇവിടെ ഇതെല്ലാം ഒന്നാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് വരണമെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു വിശകലനം ആവശ്യമാണ്. ഇപ്പം നമ്മൾക്ക് വളരെ ലളിതമായിട്ട് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ടത് ആ പ്രിയത്തെ തടസ്സപ്പെടുത്തുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എൻ്റെ പ്രിയത്തെ പരമാവധി സംരക്ഷിച്ചുകൊണ്ട് പോകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിന് തടസ്സമായിട്ട് വരുമ്പോഴാണ് അവിടെ സംഘർഷമുണ്ടാകുന്നത്. ആദ്യം അന്തസ്സംഘർഷവും പിന്നീട് ബാഹ്യമായിട്ടുള്ള സംഘർഷവും. പക്ഷെ ഞാൻ വേറൊരു തലത്തിൽ ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടത് മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അത് മറ്റൊരാൾക്ക് എങ്ങനെ പ്രിയപ്പെട്ടതായി തീരും എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ മറ്റൊരാളോട് അത് പറയുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പെരുമാറണം. അപ്പോൾ അങ്ങനെ ഓരോ വ്യക്തികളും, ഞാനും നിങ്ങളും ഓരോരുത്തരും ഇതേപോലെ ചിന്തിക്കുമ്പോഴോ, അപ്പോൾ ഞാനെന്ന് പറയുന്നത് ഈ മനസ്സോ ബുദ്ധിയോ അഹങ്കാരവുമല്ല. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് അവിടെ ശരിക്കും ഗുരു സൂചിപ്പിക്കുന്നത് എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന ആ പരമ്പൊരുളിനെയാണ്. ഞാനെന്ന് പറയുന്ന അതാണ്. ആ എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നത് കാലദേശങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒന്നിനെയല്ല. പക്ഷേ കാലദേശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആണ് പലപ്പോഴും നമ്മൾ ഈ പ്രിയത്തെ, നമ്മുടെ ഇഷ്ടങ്ങളെ ഒക്കെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. ഒരു കാലദേശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സുഖത്തെ.
അപ്പോൾ പ്രിയത്തിലൂടെ നമുക്ക് കിട്ടുന്നത് നമുക്ക് സുഖമാണ്, പക്ഷേ അത് താൽക്കാലികമാണ്. മറ്റൊരു വ്യക്തിയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അച്ഛൻ മകനോട് അല്ലെങ്കിൽ മകളോട് അവർക്ക് പ്രിയമാണവർ, പക്ഷേ ഇതിന് വിപരീതമായിട്ട് മക്കൾ പെരുമാറുമ്പോൾ ആ പ്രിയം മാറിപ്പോവുകയാണ്. അപ്പോൾ ഈ അച്ഛനെന്ന് പറയുന്ന വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ഇഷ്ടപ്പെടുന്നത് ആ കാലദേശങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്ന, കാലദേശങ്ങളെയും കൊണ്ട് നിൽക്കുന്ന എന്നെയാണ്. ആ എനിക്കാണ് ഇതെല്ലാം പ്രിയമായിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആ പ്രിയത്തെ തിരിച്ചറിയുമ്പോൾ പിന്നെ വേറെ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ ഭേദചിന്തകൾ മാറി എല്ലാവരും പ്രിയമായിട്ട് എടുക്കുന്നത് ഒന്നിനെ തന്നെയാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് മാറുമെന്നുള്ളതാണ്. കാരണം ആത്മാവ് മാത്രമാണ് എല്ലാവർക്കും പ്രിയമായിട്ടുള്ളത്, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ മാറ്റി കളയുകയാണ്. അപ്പോൾ ആത്മാവാണ് ഏറ്റവും പ്രിയമായിട്ട് എല്ലാവർക്കും ഉള്ളത്. അത് ഏത് സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം അവനവന് മാത്രമാണ്, അവനവന് അപ്രിയമായിട്ടുള്ളത് ഒരിക്കലും അവർ അംഗീകരിക്കത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് ചിന്തിച്ച് നമ്മൾ ചെല്ലുമ്പോഴും, അല്ലെങ്കിൽ വിവേകം ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ച് ചെല്ലുമ്പോഴും ഇതിലേക്കാണ് എത്തുന്നത് എന്ന് ഗുരു ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇവിടെ ചിന്തയും സൂക്ഷ്മതയും ഒക്കെ ആവശ്യമുള്ള ഒരു തലമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുക. ഏവർക്കും നമസ്കാരം.